അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്നെന്നെ തെരഞ്ഞെടുത്ത് ഇന്ന് രാത്രിയും ഈ അവനീതലത്തിൽ നിർത്തിയ എൻ്റെ ആത്മനാഥനായ കർത്താവിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കത് കേൾക്കാം. യെസ്. അവൻ ഒരു നീതിശാസ്ത്രി, ഒരു ന്യായശാസ്ത്രി. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് യേശുവിനോട് ചോദിച്ചു. മതി. അതിന് യേശുവിനോട് തിരിച്ചു പറഞ്ഞ മറുപടി ഒരു വലിയ ശമരിയക്കാരൻ്റെ സംഭവ കഥയാണ്. അതവിടെ നിൽക്കട്ടെ. യേശുവിനോട് ഒരു നീതിശാസ്ത്രി ചോദിക്കുകയാണ്, ആമേൻ, അവൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന്. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോട് നിങ്ങൾ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്ക്. അമ്മ അടുത്തിരുന്നിട്ട് വളരെ ശാന്തമായിട്ട് ചോദിച്ചു നോക്ക്, ചേട്ടാ എൻ്റെ കൂട്ടുകാരൻ ആരാ എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്ന മറുപടി തൻ്റെ കൂട്ടുകാരൻ ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ആ ചോദ്യത്തിനകത്തൊരു വിരോധാഭാസമുണ്ട്. ആ ചോദ്യത്തിനകത്തൊരു കോൺട്രഡിക്ടറി ഉണ്ട്. ഇന്നേക്ക് രാത്രി ഒരു മനിതൻ, ഒരു പെரிய അറിവുള്ള മനിതൻ, அவன் அந்த இயேசுவிடத்தில் வந்து கேட்கிறான், என்னுடைய நண்பன் யார்? എല്ലാ പ്രിയപ്പെട്ടവരും ആ വാക്യത്തിനായിട്ട് കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടാൻ പോകുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും സ്തോത്രം പറഞ്ഞ് തുടങ്ങിയാട്ടെ, സ്തോത്രം പറഞ്ഞ് തുടങ്ങിയാട്ടെ, ആരാധിച്ച് തുടങ്ങിയാട്ടെ. ഈ നീതിശാസ്ത്രി യേശു ക്രിസ്തുവിനോട് അങ്ങനെ ചോദിക്കാൻ കാരണം അവൻ ഒരുപാട് സ്നേഹിതരുണ്ട്, അവൻ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവന് പറയാൻ പറ്റാത്ത പോലെ കൂട്ടുകാരുണ്ട്. പക്ഷെ അവന്റെ പ്രശ്നം അതല്ല, അതിൽ ഒറിജിനൽ ആരാണെന്ന് അറിയില്ല. ചതിക്കുന്നവർ വർദ്ധിച്ചിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന ഭർത്താക്കന്മാർ വർദ്ധിച്ചു വരുന്ന കാലത്ത് ചുറ്റിക കൊണ്ട് 5 പേരെ തലക്കടിച്ചു കൊല്ലാൻ മടിയില്ലാതെ പ്രേമിച്ചവളെയും പ്രസവിച്ചവളെയും ചുറ്റിക കടിച്ചു കൊല്ലാൻ തെഞ്ഞാറമൂടുകാരൻ അഫാൻ എഴുന്നേറ്റപ്പോൾ അവന്റെ മേൽ വ്യാപരിച്ച ഒരു വല്ലാത്ത സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് രാത്രി കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെള്ളറടയിൽ ഒരു MBBS കാരൻ സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് അപ്പനെ വെട്ടിക്കൊല്ലുമ്പോൾ അവന്റെ മേൽ വ്യാപരിച്ചൊരു സ്പിരിറ്റ് ഉണ്ട്. കാമുകിയെ കഴുത്തറത്ത് ക്യാമ്പസിനകത്ത് കൊന്നിടാൻ മടിയില്ലാത്തവരും, കൈക്കകത്ത് കിടക്കുന്ന കാമുകന് കഷായം കൊടുത്തു കൊല്ലാൻ മടിയില്ലാത്തവരും വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ കയ്യിലിരിക്കുന്ന പെട്രോൾ അടിച്ച് കാതലിக்கிற பெண் மேல அவன் காதலிக்கிறவன் அந்த பெட்ரோலை ஊத்தி அவளை நெருப்பில எரிச்சு கொல்லுற இந்த காலகட்டத்தில், இந்த நாட்களில் கர்த்தர் ஹல்லேலூயா இந்த வட்டாரத்தில் கேட்கிற அனைத்து மக்களோடு ஒரு கேள்வி, என்னுடைய நண்பன் யார்? சொல்லு. வாட்ஸ்அப்ல உனக்கு ஐ லவ் யூன்னு சொல்றவதான் உன் அம்மனா? இல்ல இன்ஸ்டாகிராமில் உன் கூட சேர்ந்து பேசுறவங்களா? ஃபேஸ்புக்கில் உன்னோடு சேர்ந்து பேசுறவங்களா? யார் உன்னுடைய நண்பன்? யார்? ஹல்லேலூயா. உன்னுடைய நண்பன் யார்? இன்னைக்கு ராத்திரி அதை தெரியாத ஒரு பெரிய மனுஷன் கர்த்தரிடத்துல கேட்கிறார், என்னுடைய நண்பர் யார்? ஹல்லேலூயா. அதை அவன் கேட்டது கர்த்தரை சோதிக்கும்படி கேட்டானா. கேள்விக்குறி பார்த்துருக்கீங்களா? கேள்விக்குறி நீங்க பார்த்துருக்கீங்களா? இப்படி ஒரு வளைஞ்ச அப்படி ஒரு கொளுத்து, என்ன அது ஒரு கொளுத்து, അടിയിൽ ഒരു കുത്ത്. ഈ ചോദ്യം ചോദിക്കുന്നവരെ സൂക്ഷിച്ചോണം. അവൻ്റെ ഒരു കൊളുത്തുമുണ്ട്, ഒരു കുത്തുമുണ്ട്. ഒന്നിൽ അവൻ കൊളുത്തും അല്ലെങ്കിൽ കുത്തും. ഹല്ലേലൂയ. എല്ലാവരും ചോദിക്കുന്ന ഒരേ കാര്യത്തിനല്ല ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 15-16 വായിച്ച് കേൾപ്പിച്ചേ. മത്തായിയുടെ സുവിശേഷമാ
അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന്. എന്തിനാ? ഹല്ലേലൂയ. അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന്. അവൻ ചോദിക്കുന്ന ഉത്തരം അറിയാനല്ല, വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരുടെ കൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാൻ, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും. എന്തൊരു മുഖസ്തുതി! ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ, ആകയാൽ ആരെയും ശങ്കയില്ലാത്തവൻ ആകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. നിനക്കെന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചവർ, യേശുവിന്റെ വാക്കിൽ പിടിക്കാൻ വേണ്ടി ചോദിച്ചവർ, യേശുവിനെ എന്തെങ്കിലും പറഞ്ഞ് കല്ലെറിയാൻ വേണ്ടി ചോദിച്ചവർ, ഒരു പാവനിയായ സ്ത്രീയെ ഓടിച്ച് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുറെ പേര് കല്ലെറിയാൻ വന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്ററെ, യേശുവിനെ കല്ലെറിയാൻ വന്നവർ എത്ര പേരാണെന്നറിയാവോ? അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നു ഒരു 10-200 പേര് കല്ലെറിയാൻ വന്നു കാണും. ഒരു 200 പേര് കല്ലും കൊണ്ട് നിൽക്കുക, ഏറുകൊള്ളാൻ ഒരു പെണ്ണ് നിൽക്കുക. അത് കല്ലെറിയാൻ വന്നത് അവളെ അല്ല. എല്ലാവരും അറിഞ്ഞോ? യേശുവിന്റെ വാക്കിൽ കുടുക്കിയിട്ട് ആ കല്ല് യേശുവിന്റെ മേലെറിയാനാ. ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ പറയാ, കല്ലെറിയാൻ ഒരുപാട് പേർ ചുറ്റും കാണും, ചോദ്യം ചോദിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ ഒരു കല്ല് പോലും എന്റെ ദേഹത്ത് കൊള്ളുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ആരും വന്നോട്ടെ, ആരും ചോദിച്ചോട്ടെ. യേശു ക്രിസ്തു 33.5 വർഷത്തോടെ ജീവിച്ചു. കല്ലെറിയാൻ ഒരുപാട് പേർ യേശുവിന്റെ നേരെ കല്ലെടുത്തു, പക്ഷെ ഒറ്റ കല്ല് യേശുവിന്റെ ദേഹത്ത് കൊണ്ടില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ, കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നവർ, വാക്കിൽ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നവർ. ആമേൻ. അതാ ചോദിച്ചത്. ആമേൻ. മോശയുടെ പ്രമാണം അനുസരിച്ച് ഈ പിള്ളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. ആമേൻ. നീ എന്ത് പറയുന്നു? സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരം വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നുമല്ല, ഇതിനകത്തിരിക്കുന്ന ചിലരെ കണ്ടാൽ അറിയാം, அவங்க உட்கார்றதே கேள்விக்குறி மாதிரி தான் உட்கார்ந்து இருக்கிறாங்க. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ അകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. അത് പറയാൻ പോവാ. കൃപയുള്ളവർ ആരാധിച്ചോ? என்னுடைய எதிர்காலம் எப்படியாகும்? என் குழந்தையுடைய எதிர்காலம் எப்படியாகும்? என்னுடைய தலைமுறையுடைய எதிர்காலம் எப்படியாகும்? என்னுடைய ஊழியம் எப்படியாகும்? என் சபை எப்படி வாசல் போகும்? என்னுடைய வாழ்க்கை என்ன? என்னுடைய சாம்பத்திய காரியங்கள், என்னுடைய பினான்சியல் காரியங்கள் என்ன ஆகும்? என்னுடைய சரீரத்தில் இருக்கிற நோய் குணமாகுமா? அநேக விதமான கேள்விக்குறியோட மந்தர்கள் கர்த்தர் சொல்றார். கர்த்தர் பேசுகிறார். அவருடைய வார்த்தை நல்லா கேளுங்க. இன்னைக்கு ராத்திரி இந்த கேள்விக்குறியினுடைய அந்த வளர்ந்திருக்கிற அந்த கொளுத்த அது கர்த்தர் நிமர்த்த போகிறார். எல்லாரையும் கூட நில்லுங்க. அப்பொழுது அது ஆச்சரிய சின்னமாக மாறும். அந்த கேள்விக்குறியை அற்புதத்தின் சின்னமாக மாற்றுகிறார். கரங்களை தட்டி இயேசுவின் நாமத்தை மகிமைப்படுத்துங்கள். கேள்விக்குரிய உன்னுடைய உள்ளத்தில் இருக்கிற கேள்விக்குரிய ஒரு ஆச்சரியத்திற்குரியாக. அல்லேலூயா. லபனா ஷகனாசியா. ஒரு நாளைக்கு கோட்டையத்தில் திருநக்கர மைதானம் சொல்லி இடத்துல நான் பிரசங்கம் பண்ணிட்டு அப்படியே பஸ் ஸ்டாப்பில் நிற்கிறேன். சொந்தமாக காரெல்லாம் கிடையாது. ரொம்ப வருஷங்களுக்கு முன்னாடி 2-3 பேர் அங்கே சுற்றுறாங்க. கொஞ்சம் கழிச்சு என்ன பார்த்தோன்னே இது தேண்ட நிற்கணும் அப்படின்னு என்ன பார்த்தோன்னே என்னை தான் தேடினாங்க. എന്നെ അവർ അന്വേഷിച്ചത്. ഞാൻ ചോദിച്ചത് എന്നാ? അയ്യോ പാസ്റ്റർ അന്വേഷിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു പേരെന്താ? ജോർജ് ജോസഫ്. എന്തെടുക്കുന്നു? മെഡിക്കൽ കോളേജിൽ പഠിക്കുക. ഞാൻ ചോദിച്ചു എന്നെ എന്തിനാ അന്വേഷിച്ചത്? പാസ്റ്ററല്ലേ ഇപ്പൊ ഇച്ചിരി അവിടെ പ്രസംഗിച്ച? അതെ. അന്നേരം പാസ്റ്റർ പ്രസംഗിച്ചല്ലേ ആദാമിന്റെ വാരിയലെടുത്ത ഹവ്വായെ സൃഷ്ടിച്ചെന്ന്? അതെ, പ്രസംഗിച്ചു. പൊട്ടത്തരം പറയരുത്. സ്ത്രീക്കും പുരുഷനും എത്ര വാരിയലുണ്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. ഞാൻ പറഞ്ഞു എങ്ങനെ നിങ്ങൾ വാരിയൽ എണ്ണുന്നത്? ശവം കീറി അകത്തിരിക്കുന്ന വാരിയൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നീ ശവം പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ജീവനുള്ളവരെ പഠിച്ചുകൊണ്ടിരിക്കുക. അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നീ ശവം പഠിക്കുന്നു, ഞാൻ ജീവനുള്ളവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. അവൻ പറഞ്ഞു உங்களுக்கு தெரியுமா மனுஷனுக்கு இந்த எலும்பு எத்தனை இருக்குன்னு தெரியுமா? தெரியாதுல்ல? உங்களுக்கு தெரியுமா? எனக்கு தெரியாது. ஆனால் அவன் சொல்கிறான் இந்த பக்கத்தில் 6, இந்த பக்கத்தில் 6, மொத்தம் எத்தனை? 12. அவங்க படிக்கும் போது ஆண்களுக்கு இப்பவும் 12 இருக்குதான். எத்தனை எலும்பு இருக்கு? 12. அந்த ஒன்று எடுத்து ஈவாளை
சிருஷ்டித்திருந்தான் ஆதாமுக்கு எத்தனை வரணும்? 11 தானே வரணும். அதான் கேட்குறான். அப்போ நான் சொன்னேன், புத்திசாலி, கண்டுபிடிச்சிட்ட, எத்தனை வரணும்? அப்போ நான் கேட்டேன், பெண்களினுடைய வாரியலை நீ எண்ணி பார்த்தியா? பார்த்தோம், அதுவும் 12, ஆண்களுக்கு 12. நான் கேட்குறேன், மிஸ்டர் ஜோர்ஜ் ஜோசப், ஆதாமனுடைய ஒரு எலும்பு தானே எடுத்தாரு கர்த்தர். ஆமாம், அவருக்கு 11 ஏன் வரலன்னு தானே நீ என்கிட்ட கேட்ட. ஆனால் நான் கேட்குறேன், ஈவாளுக்கு எப்படிடா 12 வந்துச்சு? 1 தானே எடுத்துச்சு. இப்போ ஈவாளை நீ படிக்கும் போது 12 இருக்குல்ல, ஒன்று அவன் என்கிட்ட பஸ் ஸ்டாண்டில் சொல்கிறான், அது கடவுள் தானே சிருஷ்டித்தாரு. அருமையான முட்டாளே, இது முன்னாடியே நீ தெரிஞ்சு போயிருக்கலாமல், இந்த கேள்வியெல்லாம் தேவையா? பார்த்துக்கோ, சிருஷ்டித்தவர்கிட்ட கேள்வி கேட்கக்கூடாது. அவன் சிருஷ்டித்தவர்கிட்ட கேள்வி கேட்கக்கூடாது. ஒரு எலும்பை எடுத்து ஈவாளை கர்த்தர் சிருஷ்டிக்கும் பொழுது அவன் தலைமுடி, கண்ணு, மூக்கு, நாக்கு இதெல்லாம் ஒரு எலும்புனால எல்லாம் படைக்க முடியாது. ஹல்லேலூயா. ஏன் எலும்பை எடுத்தாருன்னு சொன்னா அதில் ஒரு அர்த்தம் உண்டு. அது மட்டும் சொல்லிட்டு நான் போறேன். ஆதாமுக்குள்ள ஈவாள் இருந்தது போல கர்த்தருக்குள்ளே சபை இருந்தது. ஆமென். ஆதாமுக்குள்ளே இருந்து ஈவாள் வெளியே வந்தது போல கல்வாரி சிலுவையில் வைத்து கர்த்தருக்குள்ளே இருந்து சத்திய சபை, மணவாளி சபை, அது வெளியே வந்தது. ஆமென். கரங்களை தட்டி கர்த்தர் நாமத்தை மகிமைப்படுத்துங்கள். ஆமென். கேள்விக்குறிகள் அவன் தப்பாக கேட்கக்கூடாது. கர்த்தரை பிடிக்கணும், பாஸ்டரை பிடிக்கணும், ஊழியக்காரங்களை பிடிக்கணும்னு சொல்ல கேட்கக்கூடாது. கேட்கும்போது அது நிமித்தமாக உனக்கு ஒரு நன்மை வரணும், அவன் ஒரு சந்தோஷம் வரணும். ஹல்லேலூயா. அவன் കോട്ടയത്തിനടുത്ത് പിറവം എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നു. ഒരു 5 വർഷം മുമ്പ് എനിക്ക് ആരക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ബസ്സിൽ പോകണം. അപ്പോൾ ഒരു 4 ചെറുപ്പക്കാർ, പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, അവരെൻ്റെ അടുത്ത് നിന്ന് പറയാണ്, നീ ചോദിക്ക്. ഒന്ന് വേറെ പറഞ്ഞ്, നീ ചോദിക്ക് പാസ്റ്ററാ, നീ ചോദിക്ക്. ഉടനെ അവർ തമ്മി പറയാണ്, നീ ചോദിക്കേ. അപ്പം ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ചോദിക്കും, ഇപ്പം ബസ് വരും, ഞാൻ പോകും. നിങ്ങൾ ആരെങ്കിലും ചോദിക്കില്ലെങ്കിൽ എനിക്ക് ബസ് വരും, ഞാൻ പോകും. അല്ല പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു, അതെ. കണ്ടപ്പം മനസ്സിലായി. അതെന്നെ ഒരു ഭാഗ്യം. ചിലരെ കണ്ടാലും മനസ്സിലാകുകയല്ല. അല്ലേ, കണ്ടപ്പോൾ മനസ്സിലായി. ഓ സ്തോത്രം, പറഞ്ഞാട്ടെ, എന്നാ വിഷയം എന്താ? പക്ഷേ ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ഒരു ചെറിയ ചർച്ച. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ പിടികിട്ടി, സംഭവം പിടികിട്ടി. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ക്രിസ്തു പച്ചവെള്ളം ലഹരി കൂടിയ വീഞ്ഞാക്കിയോ? ഞാൻ പറഞ്ഞു, ആക്കി. അപ്പം നമുക്കും ലഹരി കൂടിയ വീഞ്ഞ് കഴിക്കാവോ? ഞാൻ പറഞ്ഞു, കഴിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അത് കുടിച്ചവർ യേശുവിൽ വിശ്വസിച്ചു. അത് കുടിച്ചിട്ട് വാള് വെക്കരുത്, അത് കുടിച്ചിട്ട് വാള് വെക്കരുത്, ഛർദ്ദിക്കരുത്. കുടിച്ചാൽ യേശുവിൽ വിശ്വസിക്കണം. ആ സൈസ് വീഞ്ഞ ഉണ്ടാക്കാവൂ. വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, യേശു വീഞ്ഞുണ്ടാക്കി, അത് കുടിച്ചു. പക്ഷെ കുടിച്ചവർ അവർ യേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. നിനക്ക് എന്ത് വേണമെങ്കിലും കുടിക്കാതെ വിരോധമൊന്നുമില്ല. പക്ഷെ അതിനകത്തൊരു ഡിവൈൻ ടച്ച് ഉണ്ട്, അതിനകത്തൊരു ആത്മാവിന്റെ സ്പർശനമുണ്ട്. അതൊരു അത്ഭുതം ദൈവം ചെയ്തപ്പോൾ അത് ആ കുടുംബത്തിന്റെ വിടുതലായിരുന്നു. സ്തോത്രം. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്തെല്ലാം ഒരു മർമ്മമുണ്ട്. യേശു പറയുന്ന മറുപടിക്കകത്ത് മർമ്മമുണ്ട്. ഇന്ന് രാത്രികാലം നമ്മുടെ സകല ചോദ്യത്തിന്റെയും ഉത്തരം ഈ സർവ ശക്തിയുള്ള കർത്താവിന്റെ വചനമാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സകല ചോദ്യത്തിന്റെയും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നു, സകല ചോദ്യങ്ങളുടെയും ഉത്തരം ഇതിനകത്തുണ്ട്. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ലോകത്തിൽ ഒരുപാട് സ്നേഹങ്ങളുണ്ട്. ആമേൻ. പക്ഷേ ഇന്നത്തെ തലമുറ സ്നേഹത്തിന് വേണ്ടി പരക്കം പായുക. അവർ പറയുന്നു, അപ്പൻ സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹമില്ല, കുടുംബത്തിൽ ആർക്കും സ്നേഹമില്ല. തിരുവനന്തപുരം ജില്ലയിൽ 2,14,000 കേസ് കുടുംബ കോടതിക്കകത്ത് കെട്ടിക്കിടക്കുന്നു. എന്താ? അവർ ജഡ്ജിയോട് പറയുന്നു, ഞങ്ങളെ 2 തരണം. ആമേൻ. വിവാഹം കഴിഞ്ഞവരാ, പോറ്റി പുലർത്താം, സ്നേഹിക്കാം എന്ന് പറഞ്ഞ് കൈപിടിച്ച്
സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ച് ജീവിച്ചോളാമെന്ന് സമ്മതിച്ചവർ ഇപ്പൊ കോടതി പോയി പറയാണ്, ജഡ്ജി ഞങ്ങൾ രണ്ടാക്കി തരണം. എന്താ? സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബ്രൗൺ ഷുഗറിനും ഹാഷിഷിനും മരിജുവാനയ്ക്കും കഞ്ചാവിനും മദ്യത്തിനും MDMA, LSD, പെതഡിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾക്ക് ലോകം അടിമയായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തകർന്ന് തരിപ്പണമാകുക. ജനനിയുടെ പൊക്കിൾ കൊടിയിൽ ചാവേർ ബോംബുകൾ വെച്ച് കെട്ടി തെരുവുകൾ മുഴുവൻ അഗ്നിക്കളമാക്കി മാറ്റുന്ന ഭീകരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭീകരന്മാരുടെ തേർവാഴ്ച, തട്ടിക്കൊണ്ട് പോകലും വിലപേശലുകളും നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്നു. മനുഷ്യന് സ്വസ്ഥതയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന കയ്യിൽ നിന്ന് ഒരു ജ്യൂസ് മേടിച്ച് കുടിക്കാനും ആൾക്കാർക്ക് പേടിയാ. കാരണം കഷായം ഉണ്ടോ എന്നറിയില്ല. മനുഷ്യന് സ്വസ്ഥതയില്ലാത്ത കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. സ്നേഹം പലവിധമാ. കാണുന്നതെല്ലാം സ്നേഹമല്ല, തരുന്നതെല്ലാം സ്നേഹമല്ല. എല്ലാത്തിനകത്തും മായം കലർന്നിരിക്കുന്നു. മായം. പോകാം നമുക്ക്. ഞാനൊരു 10 സ്നേഹം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ഒരു 10 സ്നേഹം. ഗ്രീക്ക് ഭാഷയിൽ പ്രാഗ്മ, PRAGMA, പ്രാഗ്മ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലവ്. അവർക്ക് മനുഷ്യനോട് സ്നേഹമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലരങ്ങനെ. അവർക്ക് 24 മണിക്കൂർ സിമിൻ്റെ കമ്പി, റിയൽ എസ്റ്റേറ്റ്. ഇതേ ഉള്ളവർക്ക് ജോലി, വേറെ ഒന്നുമില്ല. അവർ ഭാര്യയുടെ കാര്യം അന്വേഷിക്കത്തില്ല, പിള്ളേരുടെ കാര്യം അന്വേഷിക്കത്തില്ല. ഈയിടെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരു മുതലാളി പൈസക്കുള്ള ആളാ. അയാൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ പിള്ളേർ എത്ര അടി പഠിക്കുന്നതെന്ന് പഠിച്ചല്ലോ. കാരണം അദ്ദേഹത്തിന് അത് അറിയില്ല. ഇറച്ചി കച്ചവടക്കാരൻ ലേബർ റൂമിൻ്റെ വാതിക്കെ സ്വന്തം ഭാര്യ പ്രസവിക്കുന്നതിന് വേണ്ടി നിൽക്കുക. നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രാഘവൻ ചേട്ടനാണോ? അതെ, ഭാര്യ പ്രസവിച്ചു. ഉടനെ അദ്ദേഹം ചോദിച്ചു, എല്ല് കഴിച്ച് എത്ര കിലോ വരുമെന്ന്. കാരണം പുള്ളി കാളയുടെ ഇറച്ചിയുടെ കണക്ക് മാത്രം പറഞ്ഞ് പരിചയമുള്ളതുകൊണ്ട് ഭാര്യ പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എല്ല് കഴിച്ച് എത്ര കിലോ കാണുമെന്ന് ചോദിച്ചു. പിന്നെ ആ പുള്ളിക്ക് മനസ്സിലായത്, അയ്യോ അതല്ലല്ലോ എന്ന്. ചില മനുഷ്യർ പ്രാഗ്മയാണ്. പ്രാഗ്മ. ആമേൻ. ഏറ്റവും കൂടുതൽ വണ്ടി ഇടിക്കുന്ന ആരെയാ? സ്ത്രീകളെയാ. എന്താ കാര്യം? അവർ ചുരിദാറിലോട്ട് നോക്കി റോഡിൽ കൂടെ നടക്കുന്നതാണ് പ്രശ്നം. കാരണം ഇങ്ങനെ സ്റ്റാച്യു ചുരിദാറിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുമല്ലേ, കല്ലും പുല്ലും നെല്ലുമുള്ള സാധനം. അതേ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഓട്ടോറിക്ഷയും വണ്ടി വന്ന് ഇടിക്കുന്നത്. പ്രാഗ്മ. മെറ്റീരിയൽ. മനുഷ്യരല്ല സ്നേഹം, വസ്തുക്കളെ സ്നേഹിക്കുന്നവർ, വസ്ത്രത്തെ സ്നേഹിക്കുന്നവർ. രാവിലെ ഭിക്ഷ തിണ്ടാൻ വന്ന ഭിക്ഷക്കാരിയോട് അവൾക്ക് അല്പം ചോറ് കൊടുത്തിട്ട് ആ ചോറ് കൊടുത്ത ഭാര്യ, വീട്ടമ്മ ഭർത്താവിനോട് പറയാ, പിച്ചക്കാരിയാ இருந்தாலும் போட்டு வந்த நைட்டி அழகா இருக்குன்னு. பிச்சைக்காரி ஆனால் அவ போட்டு வந்த நைட்டி அழகா இருக்குதான். ശ്ലോക മനുഷ്യന് മുഴുവൻ എന്തിനൊക്കെയോ സ്നേഹിക്കുന്നു. മനുഷ്യരോട് സ്നേഹമില്ല. പോട്ടെ. രണ്ടാമതൊരു സ്നേഹമുണ്ട്, ലൂഡോസ്, LUDOS, ലൂഡോസ്. അതിന് പേര് സ്പോർട്സ് ലവ് എന്നാണ്. സ്പോർട്സ് ലവ്. ഓടുമ്പോൾ നിൽക്കുക, ഇങ്ങനെ ഓടുക. 1, 2, 3 എന്ന് പറയുമ്പോൾ അമ്മ വെടിപൊട്ടിക്കുമ്പോൾ ഓടണം. അപ്പോൾ അടുത്തേക്ക് നമ്മൾ ചോദിച്ചു, യു ആർ ഫ്രം? ഐ എം ഫ്രം UK. യു ആർ ഫ്രം? ഐ എം ഫ്രം USA. ഐ എം ഫ്രം ഇന്ത്യ. ഓക്കെ, താങ്ക് യു, ഗ്ലാഡ് ടു മീറ്റ് യു. തുടങ്ങുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഒരൊറ്റ ഓട്ടമാണ്. ഓടി അവിടെ ചെന്ന് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞ് പിന്നെ ആരെ കണ്ടുപിടിച്ചു. ഇതെല്ലാം ഒരു ഓട്ടത്തിൽ തീരുന്ന സ്നേഹങ്ങളാണ്. ഞാൻ ചോദിക്കുന്നു, നിന്റെ സഭയ്ക്കകത്ത് ഏറ്റവും നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരെ നിനക്ക് ഇഷ്ടമാണോ? ആമേൻ. നിന്റെ ഹൃദയത്തിന് ആഴത്തിൽ സ്നേഹമുണ്ടോ? ലൂഡോസ്. എല്ലാവർക്കും ഒരുമാതിരി സ്പോർട്സ് ലവ് അല്ലേ? കാണുമ്പം പ്രൈസ് ദ ലോർഡ്. ഒരു ചുമ്മാ ഒരു കുലുക്ക്. ചിലരൊക്കെ കയ്യിൽ തന്നെ കണ്ടാൽ സ്തോത്രം ഒരുമാതിരി വെറ്റ ചുണ്ണാമ്പ് വെക്കുന്നല്ലേ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. നല്ല ചുരിദാറോ നല്ല സാരി ഇട്ടുകൊണ്ട് ചർച്ചിനകത്തോട്ട് ഒരാൾ കയറി വന്നാൽ അവിടെ നിന്നോട് ലൂഡോസ്. ആമേൻ. ഹൃദയത്തിനകത്ത് തട്ടാത്തൊരു വല്ലാത്ത സ്നേഹങ്ങൾ. നമ്പർ 3, മൂന്നാമത്തേലേക്ക് പോകാം. ഈറോസ്, സെക്ഷുവൽ ലവ്. ഞാൻ അമ്മമാരും എൻ്റെ പെങ്ങന്മാരും ഞാൻ ബഹുമാനിക്കുന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഞാൻ പോകുന്നില്ല. തിരുവനന്തപുരം തമ്പാനൂർ സിനിമാ പോസ്റ്ററെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മേൽപ്പുറത്ത് ഉള്ള വിശ്വാസി. പാസ്റ്റർ ബൈ ചാൻസ് അതിലെ കൂടെ ചെന്നപ്പോൾ വിശ്വാസി സിനിമാ പോസ്റ്റർ നിൽക്കുന്നു. ഉടനെ പാസ്റ്റർ പുറകെ ചെന്ന് തട്ടിയപ്പോൾ
ഉടനെ പാസ്റ്റർ പിടിച്ച് കുലുക്കി. ഉടനെ തിരിഞ്ഞു നോക്കിയപ്പോൾ സഭയുടെ പാസ്റ്റർ. ഉടനെ പാസ്റ്റർ, എന്താണ് അവിടെ? ഇവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുവാണ്. ആരുടെ? സിനിമയിൽ അഭിനയിക്കുന്നവരുടെ അന്തം എന്താകുമെന്ന് വിചാരിച്ചത്. പാസ്റ്റർ പറഞ്ഞു, നിന്റെ അന്തം എന്താകുമെന്ന് ഇപ്പം ഞാൻ തീരുമാനിക്കും. വിടുപാടാ. ആമേൻ. ഉറക്കമില്ല. പലരും യൂട്യൂബിനകത്താ, വേണ്ടാത്ത വെബ്സൈറ്റുകളിലാ, ജീവിതം തകർച്ചയില്ല. ഈറോസ്, EROS, ഈറോസ്. ആമേൻ. വല്ലാത്ത ഏത് കണ്ടാലും ആമേൻ അതിനകത്തു നിന്നൊക്കെ തെറ്റായ ചിന്തകൾ കവർന്നെടുക്കുന്ന വല്ലാത്ത സ്നേഹം. നമ്പർ 4ലേക്ക് ഞാൻ പോകുന്നു. ഈറോസ് ഞാൻ വിടുക. സ്റ്റോർജ്, STORG, സ്റ്റോർജ്. ജഡീയ സ്നേഹം. ജഡീയ സ്നേഹം. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആമേൻ ആ വ്യക്തിയിലുള്ള ദൈവത്തെ വല്ല അറിയേണ്ടത്. നല്ല മൂക്ക, നല്ല മൂക്ക. ആമേൻ. അല്ലേലൂയ. ആർക്കും അവർ രക്ഷിക്കപ്പെടാനോ കൃപയുള്ളോ ഒന്നും അറിയണ്ട. അവ ഒടയപ്പാറ്, അവ നടയപ്പാറ്. നിന്നോട് ഇതൊക്കെ നോക്കാൻ ആര് പറഞ്ഞു? നീ ആര്? ഈ ലോകം വേണ്ടാത്ത സ്നേഹത്തിന്റെ പുറകിനാ, ചെടിയ സ്നേഹത്തിന്റെ പുറകിനാ. വാലിബറുകളെ, ആരെ വേണേലും നോക്കോ, എവിടെ വേണേലും പോയി നോക്കോ. പക്ഷെ നിനക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അത് ഓർത്തോണ്ട് വേണം നോക്കാൻ. സ്റ്റോർച്ച്. എന്ത് കണ്ടാലും അതിലൊക്കെ ജഡീയ സ്നേഹം തപ്പുന്നവർ, തെറ്റായ സ്നേഹം തപ്പുന്നവർ. പോകാം നമുക്ക്. നമ്പർ 5, 5ാമത്തെ സ്നേഹം, റൊമാൻറ്റിക് ലവ്. ഉണ്ട്. ഒരു ചിരി വന്നുണ്ട്. ഇനി അത് എന്നു വെച്ചാൽ ഓർമ്മ വരുന്നുണ്ട്. റൊമാൻറ്റിക് ഇപ്പല്ല, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഒരു തമാശന് അമ്മേൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ മൊബൈലില്ല, വാട്സപ്പില്ല. അന്നെല്ലാം ലവ് ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. ഓർമ്മകളുടെ തെരുവീതിയിലൂടെ ചിലരുടെ സംഭവങ്ങളുടെ തേരുകൾ ഇങ്ങനെ ഓടുമ്പോൾ അവരുടെ മുഖത്തൊരു ഊറിച്ചിരി വരുന്നുണ്ട്. ഫാസ്റ്റർ இதெல்லாம் இப்போ ஏன் பேசுறீங்க ஃபாஸ்டர்? அதெல்லாம் நாங்கள் மறந்துருக்கிறோம், நினைவுபடுத்தாதீங்க. റൊമാൻറ്റിക് ലവ്. അക്ഷരത്തെറ്റ് വന്നിട്ട് എത്ര വഴക്കുണ്ടായിട്ടെന്നറിയോ? പ്രിയമുള്ള ചേട്ടൻ അറിയുന്നതിന് എഴുതിയപ്പോൾ പ്രായമുള്ള ചോട്ടൻ അറിയുന്നതിനായിപ്പോയി. അയച്ച കത്ത് കിട്ടി എന്നെഴുതിയപ്പോൾ അയച്ച കുത്ത് കിട്ടി എന്നായിപ്പോയി. അതിൻ്റെ പേരിലൊക്കെ എന്തെല്ലാം വഴക്കുകൾ. അന്ന് എഴുതാനൊന്നും അറിയത്തൊന്നുമില്ല, എന്നാലും അങ്ങ് എഴുതി കൊടുക്കുക. ഇത് കൊടുക്കാൻ പെടുന്ന പാട്. മാസികക്കകത്ത് വെച്ച്, പകർത്ത് ബുക്കിനകത്ത് വെച്ച്, ഇപ്പോൾ പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതി. 4 വരെയുടെ ബുക്കിനകത്ത് വെച്ച്, എന്നിട്ട് വീടിൻ്റെ വാതിക്കൊന്ന് ഒച്ചത് ചോദിക്കുക, നിന്റെ നോട്ട് ബുക്ക് ഒന്ന് തരാവോ? അതിനകത്തുണ്ട് സാധനം. റൊമാൻറ്റിക് ലവ്. അതിനകത്ത് തന്നെ ലവ് മാനിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റൊമാൻറ്റിക്കിൻ്റെ അഡീഷണൽ ലവ് മാനിയ. അത് പ്രാന്തെന്ന് പറയും, പ്രേമ പ്രാന്തെന്ന് പറയും. അങ്ങനെയുണ്ട്. ഇല്ല, ചോറെടുത്ത് വെച്ചാ നിന്റെ മുഖവാ. പടവലങ്ങായി എടുത്ത് നോക്കുമ്പോൾ പടവലങ്ങായും പ്രേമവും തമ്മിൽ എന്താ ബന്ധമെന്ന് മനസ്സിലാക്കാത്ത. അയ്യോ, പഴമെടുത്ത് ഇങ്ങനെ പൊളിച്ചു തിന്നുമ്പോൾ എനിക്ക് നിന്നെയാ ഓർമ്മ വരും. നീ ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവേ, ഞാൻ പോകുന്ന വഴിയല്ല നിന്റെ മുഖമാണ് എൻ്റെ മുമ്പിൽ. ചോറെടുത്ത് വെച്ചാൽ യേശുവിൻ്റെ മുഖമാ, അങ്ങോട്ട് നടന്നാൽ യേശുവിൻ്റെ മുഖമാ, ഇങ്ങോട്ട് നടന്നാൽ യേശുവിൻ്റെ മുഖമാ. നിനക്ക് യേശുവിനോടൊന്ന് പറയാമല്ലോ. നിനക്ക് സ്നേഹിക്കണമെങ്കിൽ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുക. സ്തോത്രം. നീ ഐ ലവ് യു അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് മറുപടി കിട്ടാൻ വേണ്ടി 6 മാസം കാത്തിരിക്കണ്ട. അവൻ സദൃശവാക്യങ്ങൾ 8:17 എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങോട്ടൊരു ഐ ലവ് യു ഇട്ടാൽ തിരിച്ചു വരും ഐ ലവ് യു ടു. ആ സെക്കൻഡ് മറുപടി വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഒറ്റയാളേ ഉള്ളൂ. അത് എൻ്റെ അൻപ് കാതലൻ കർത്തനാകിയ യേശു ക്രിസ്തു, എൻ്റെ മണവാളന യേശുവാണ്. സന്തോഷമുള്ളവർ, അത് മനസ്സിലായവർ ദൈവത്തെ നല്ലപോലെ ഒന്ന് സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ആത്മശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ട്. യെസ്, ഹല്ലേലൂയ. കണ്ടീഷണൽ ലവ് ഉണ്ട്. കണ്ടീഷണൽ ലവ്. നീ എനിക്കിത് കൊടുത്താനോ ഉനക്കതാ കൊടുത്തേ. ഇങ്ങോട്ട് ചായ മേടിച്ച് തരാത്തവർക്ക് അങ്ങോട്ട് മേടിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ വീട്ടിൽ വിളിച്ചവർ നിനക്ക് ആഹാരം തരുന്നുകൊണ്ടല്ലേ നീ പലരും വിളിച്ചു കൊടുക്കുന്നേ. അത് കണ്ടീഷണൽ ലവ്വാ. നീ എനിക്കിന്ന് തന്നാൽ ഞാൻ നിനക്ക് ഇന്ന് തരാം. ആമേൻ.
ഈ ലോകത്തിൽ കൺസ്യൂമേറ്റീവ് ലവ് ഉണ്ട്, കണ്ടീഷൻ ലവ് ഉണ്ട്. വേറൊരു സ്നേഹത്തിൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ്. കേട്ടിട്ടുണ്ടല്ലോ? എന്താ ഫ്രണ്ട്ഷിപ്പിനർത്ഥം? 2 persons in one ship. ഒരു കപ്പലുകൊള്ള ഒരു ബോട്ടിനകത്ത് 2 പേര്. അതാണ് 2 persons in one ship. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ആമേൻ. 2 ഒരേ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഹല്ലേലൂയ. വലത് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുക, ഫ്രണ്ട്ഷിപ്പുകൾ തകരുകയാ. ചതി, വഞ്ചന, ആമേൻ. മുൻപല്ലുകൊണ്ട് ചിരിച്ചിട്ട് അകമ്പല്ലുകൊണ്ട് ഞറുമെന്നവർ വർദ്ധിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി ഇളകി മറിഞ്ഞാലും, പർവ്വതങ്ങൾ ഇടിഞ്ഞ് താഴെ വീണാലും, 7 സമുദ്രത്തിലെ വെള്ളം വറ്റിയാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ് പ്രേമിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ അവസാനം ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നപ്പോൾ ആകെ പ്രശ്നമായി. ഹല്ലേലൂയ. ഒരു ദിവസം ഭാര്യ നോക്കിയപ്പോൾ ഭർത്താവിൻ്റെ ഫോണിനകത്ത് ഭർത്താവിനൊരു കോൾ വന്നു. വിളിച്ചിരിക്കുന്ന അംബാസഡറാണ്. ഭാര്യ ഓർത്തു, ഏത് രാജ്യത്തെ അംബാസഡറുമായിട്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ബന്ധം? അത് അംബാസഡർ അല്ല, അംബുജം ആണ് വിളിച്ചത്. അംബാസഡർ എന്നായിട്ടേക്കുന്നത്. വണ്ടിയുടെ പേരായിട്ടേക്കുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ടവരൊക്കെ ഇന്ന് രാത്രി ഡിലീറ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട ഭാര്യമാരോട് പറയാം, ഭർത്താക്കന്മാരുടെ ഫോണിൽ നോക്ക്, ഫിയറ്റ് എന്നോ അംബാസഡർ എന്നോ സുസൂക്കി എന്നൊക്കെ കിടപ്പുണ്ട്, സൂക്ഷിച്ചോണം. അതുപോലെ സൂസി ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഫ്രണ്ട്ഷിപ്പിനകത്ത് തകർച്ച വന്നുകൊണ്ടിരിക്കുക, അതിനകത്തൊക്കെ ചതി വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ സ്നേഹങ്ങളായത് മുഴുവൻ. ഒരു സ്നേഹത്തിൻ്റെ പേരാണ് പ്ലാറ്റോണിക് ലവ്. കേംബ്രിഡ്ജിൻ്റെ ഡിക്ഷണറിയിൽ, ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറിക്കകത്ത വാക്കുണ്ട് പ്ലാറ്റോണിക് ലവ്. ദർ ഇസ് എ ലവ് ഡീപ്പ്. ദർ ഇസ് എ ഡീപ്പ് ലവ് വിത്തൗട്ട് ഫ്ലഷ്ലി തിങ്സ്. ജഡീയമായ ചിന്തകളില്ലാതെ ഒരാളെ ആഴമായി സ്നേഹിക്കുന്ന സ്നേഹത്തിനാണ് ആമേൻ ആ വാക്ക് ഉപയോഗം. 2 പറയാം. ഒന്ന്, ഫിലിയോ എന്നൊരു സ്നേഹമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അതിന് 7-ാമത്തെ വാക്യം ഫിലദൽഫിയ സഭ എന്ന വാക്കുണ്ടായത് ഫിലിയോ എന്ന സ്നേഹത്തിൽ നിന്ന്. ഫിലിയോ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹമെന്നർത്ഥം. ആമേ. തമ്മിൽ സഹോദരങ്ങൾ സ്നേഹിക്കുന്ന സഭയുടെ പേരാണ് ഫിലദൽഫിയ ചർച്ച്. ഒന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഗിദയോൻ ഗോസ്പൽ മിഷൻ ഈ ദേശത്തെ ഒരു ഫിലദൽഫിയ ചർച്ചായി മാറുവാൻ, അതുകൊണ്ട് ആ ചർച്ചിനോട് ദൈവാത്മാ പറയുന്നു, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും എൻ്റെ വചനം കാത്തതുകൊണ്ട്, എൻ്റെ നാമം നിഷേധിക്കാതിരുന്നത് കൊണ്ട് ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം ആ ദൂതൻ ഏറ്റെടുത്തൊരു ആമേൻ പറഞ്ഞാട്ട് ഫിലദൽഫിയോട്, ഗിദയോൻ ഗോസ്പൽ മിഷനോട് ദൈവാത്മാ പറയുന്നു, നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വൈ? പരസ്പരം സ്നേഹിക്കുന്ന ഫിലിയോ, സഹോദര സ്നേഹമുള്ളവർ, ദുഃഖത്തിൽ പങ്കുചേരുന്നവർ, വേദനയിൽ പങ്കുചേരുന്നവർ, അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്നവർ, അവരുടെ സഭയാണ് ഫിലദൽഫിയ സഭ. 10-ാമത്തെ വാക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടുകയാണ്. ഒരു സ്നേഹം പറയട്ടെ, അതിൻ്റെ പേരാണ് അഗപ്പേ. സ്തോത്രം പറഞ്ഞാട്ടെ. അഗപ്പേ എന്ന് പറഞ്ഞാൽ ഏതാ? ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതിരുകളില്ലാത്ത സ്നേഹം. ഹല്ലേലൂയ. അതിന് അളവുകളില്ലാത്ത സ്നേഹം. എത്ര വേദനിപ്പിച്ചിട്ടും എത്ര അടിച്ചിട്ടും ഉഴവ് ചാലുപോലെ യേശുവിന്റെ ശരീരം കീറി മുറിച്ച്, യേശുവിനെ ഉപദ്രവിച്ച് അവന്റെ തലയിൽ മുള്ളുകൾ അടിച്ചിട്ട്, അവന്റെ നെഞ്ചത്ത് അവൻ കുന്തം കുത്തി ഇറക്കിയിട്ട് അവരോട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ മനസ്സുള്ളവരുണ്ട്? ആ സ്നേഹമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ആ സ്നേഹമാണ് ഈ കസേരയിൽ നിന്നെ ഇരുത്തിയത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമോ. ഒന്ന് സ്തോത്രം പറ, ഒന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക. എന്നെ ആർക്കും വേണ്ടാതിരുന്നപ്പോൾ എന്നെ ചേർത്ത സ്നേഹം. ഹല്ലേലൂയ. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച സ്നേഹം, എന്നെ അരവണയിത്ത അൻപ്, ആ സ്നേഹത്തിന് മുമ്പിൽ ഇന്ന് രാത്രികാലം ഒരു ഹല്ലേലൂയ പറയാൻ, ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. അഗപ്പേ, ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ. 7 സമുദ്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കാം. ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളെ കുറിച്ച് പ്രസംഗിക്കാം. 258 രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കാം. 7498 ഭാഷയെ കുറിച്ച് പ്രസംഗിക്കാം.
இந்தியில 28 மாநிலங்கள் குறித்து பிரசங்கம் பண்ணலாம். இந்தியாவில் இருக்கிற 631 பாஷைகளை குறித்து பிரசங்கம் பண்ணலாம். 144 கோடி ஜனங்களை குறித்து பிரசங்கம் பண்ணலாம். ஆனால் கர்த்தரின் அன்பை குறித்து பிரசங்கம் பண்ண முடியாது. அதை அளவிட முடியாத அன்பு. ஹல்லேலூயா. நான் ஒரு நாளைக்கு ஒரு பேப்பர் எடுத்து வச்சு இப்படி நான் ஒரு பாட்டை எழுதினேன். கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல. அப்படி யாரு தானே நான் கொடுத்துருப்பேன். கர்த்தருடைய அன்பு செல்வமா இருந்தா அவன் நிறைய செல்வம் உள்ளவங்க கர்த்தர் அன்பு செல்வத்துக்கு வாங்கி இருக்கலாம். ஆனா இப்படி எழுதுன நானு, கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல, இயேசுவென்றால் ஜீவநதியே, அது வற்றாத ஊற்று தண்ணீரே. இயேசுவென்றால் ஜீவநதியே, அது வற்றாத ஊற்று தண்ணீரே. கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல, இயேசுவென்றால் ஜீவநதியே, அது வற்றாத ஊற்று தண்ணீரே. இயேசுவென்றால் ஜீவநதியே, அது வற்றாத ஊற்று தண்ணீரே. ஹல்லேலூயா. அப்பா இயேசுவே, ஹல்லேலூயா. சத்திய தெய்வமே, ஹல்லேலூயா. சத்திய தெய்வமே, ஆராதனை அப்பா இயேசுவே, ஆராதனை சத்திய தெய்வமே, ஆராதனை சத்திய தெய்வமே. ஓஹோ ஓஹோ, ஆராதனை சத்திய தெய்வமே, ஓஹோ ஓஹோ, ஆராதனை சத்திய தெய்வமே. கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல, கற்றுத்தர கல்வி அல்ல, ஊட்டித்தர உணவும் அல்ல, சொல்லித்தர பாட்டும் அல்ல, அள்ளித்தர செல்வம் அல்ல, இயேசுவென்றால் ஜீவநதியே, அது வற்றாத ஊற்று தண்ணீரே, வற்றாத ஊற்று தண்ணீரே, ஓ, வற்றாத ஊற்று தண்ணீரே, வற்றாத ஊற்று தண்ணீரே. ஹல்லேலூயா. ஆமென். இந்த அகப்பே அப்படின்னு சொல்ற கர்த்தருடைய அன்புக்கு 7 கலர். எத்தனை கலர் வாசிக்கலாம்? ஆதியாகமம் 9வது அதிகாரம் 12, 13, 14. எஸ், ஆதியாகமம், ஜெனிசிஸ் சாப்டர் 9 வேர்ட்ஸ். ஆமென். 9வது அதிகாரம் 12 இருந்து வாசிமா. പിന്നെയും ദൈവം അരുളി ചെയ്തത്, പിന്നെ ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. നിയമത്തിന്റെ അടയാളമാണിത്. ഞാൻ എന്റെ വില്ല് എന്ത് വില്ല്? മഴവില്ല്. എന്ത് വില്ല്? യേശു കർത്താവ് പറഞ്ഞു, മഴവില്ല് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. റെയിൻബോ, ഞാൻ എന്റെ റെയിൻബോ ആകാശത്ത് വെക്കും. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ரெயின்போ பார்த்துருக்கீங்களா? ரெயின்போ பார்த்தவங்கள மட்டும் கரம் உயர்த்துங்க. ஆமென். நல்ல கரம் உயர்த்தி பிடிங்க. கிட்ட கை உயர்த்தாதவங்களுக்கு ரெயின்போ என்னன்னு சொல்லி கொடுங்க. நான் வந்துட்டே இருக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. മഴവില്ല് പോലും കണ്ടിട്ടില്ലെങ്കിൽ നാം മഴവില്ല് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഒരു മഴവില്ല് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? മഴവില്ല് കണ്ടവർക്കായി സ്തോത്രം. അതിന് 7 കളറാണ്. വിബ്ജിയോർ. ഹല്ലേലൂയ. മഴവില്ലിന് 7 കളറാണ്. കർത്താവ് പറഞ്ഞു, നീയും ഞാനും ഈ ഭൂമിയും സ്വർഗ്ഗവും തമ്മിലുള്ള ഉടമ്പടി. പച്ച മലയാളത്തിൽ പ്രസംഗ ഭാഷ പറഞ്ഞ സപ്ത വർണ്ണ കവചിത ഉടമ്പടി. 7 നിറങ്ങൾ കൊണ്ട് ദൈവം പൊതിഞ്ഞു വെച്ചേക്കുന്ന ഒരു സ്നേഹം. ആ 7 സ്നേഹം ഇന്ന് രാത്രി വിളമ്പാൻ പോവാ. ദേവദാസനെ സത്യത്തിൽ കൈകൂപ്പി ക്ഷമ ചോദിക്കുന്നു. 2-3 മണിക്കൂർ കൊണ്ട് 7 സ്നേഹം പറയാൻ പറ്റുള്ളൂ.
കാച്ചിക്കുറുക്ക് ഒരു അടംപ്രഥമ പരുവത്തി അരമണിക്കൂർ കൊണ്ട് പറയും. ഹല്ലേലൂയ. അത്രേ പറ്റുള്ളൂ. സ്തോത്രം. നമ്പർ 1, ഒന്നാമത്തെ സ്നേഹം. വായിക്കാം സങ്കീർത്തനം 103:13. ആമേൻ. അവിടുന്ന് തുടങ്ങാം നമുക്ക്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ, മണിയം പാസ്റ്റർക്ക് നിന്നോടുള്ള പോലെ. ആമേൻ. എൻ്റെ അപ്പൻ എന്നോടുള്ള പോലെ. അങ്ങനെയാണോ? അല്ല, അതിൻ്റെ 1000 ഇരട്ടി, അതിൻ്റെ 1000 ഇരട്ടി. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്തോത്രം. കർത്താവ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി വരണമെന്നുണ്ട്. ക്യാമറക്കാരൊക്കെ അത്യാവശ്യം എൻ്റെ കൂടെ നിന്നു കേട്ടോ. അല്ലേ, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്നല്ലേ. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് അമ്മയില്ല, അമ്മയില്ല. ബൈബിളിനകത്ത് ആരില്ല? അമ്മയില്ല. അവൻ 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 എന്നാണ് ദൈവത്തെ പറഞ്ഞേക്കുന്നത്. അവൾ അവൾ എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വോത്രം കുറഞ്ഞല്ലോ. അമ്മയില്ലല്ലോ. നീങ്ക പാരുങ്ക ഉങ്ക പാട പാരുങ്ങன்னு சொல்லிட்டு. അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ ദൈവം അമ്മയല്ല. ദൈവം ആരാ? അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കേ. ആമേൻ. ലേബർ റൂമിനകത്തോട്ട് പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. ആരെ? ആരെ? അമ്മേ. അപ്പനല്ലല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. சும்மா நினச்சி பாருங்க. நீங்கள் எல்லாம் ஒரு கருவை சுமந்து லேபர் ரூமில் ஏறுது. சும்மா நினச்சி பாருங்க. அழுகக்கூடாது. இல்லையா? அதெல்லாம் ஒரு അമ്മ. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഒരു സല്യൂട്ട് തരുന്നു ഞാൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നല്ലതാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അമ്മ അകത്ത് പ്രസവത്തിന് വേണ്ടി കയറിയപ്പം അമ്മയുടെ പേര് സൂസമ്മ. അമ്മയുടെ പേര് സൂസമ്മ. വെളിയിൽ ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. വെളിയിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അതാര്? സൂസപ്പൻ. കാരണം സൂസമ്മ അകത്ത് പ്രസവിക്കുന്ന ഭർത്താവ് ആര്? സൂസപ്പൻ. എൻ്റെ ചോദ്യം, സൂസമ്മയ്ക്ക് ശരീരത്തിൽ വേദന, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു. നല്ലൊരു അമ്മയെ ഞാനിവിടെ കണ്ടു. അമ്മയോട് ചോദിക്കുന്നു, അമ്മേ സത്യമായിട്ട് എൻ്റെ കൂടെ നിൽക്കാനല്ല, സത്യം മറുപടി പറഞ്ഞാൽ മതി. ശരീരത്തിൻ്റെ വേദനയാണോ വലുത്, മനസ്സിൻ്റെ വേദനയാണോ വലുത്? പറ, സത്യം പറ. മനസ്സിൻ്റെ. അത് ഞങ്ങൾ അനുഭവിച്ചത്, അത് നിങ്ങളല്ല അനുഭവിച്ചത്. എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. അപ്പന്മാരൊക്കെ ഇന്ന് രാത്രി എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ്. ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലുത് മനസ്സിൻ്റെ വേദനയാണെന്ന് നല്ലൊരു അമ്മ ഇവിടെ അമ്മമാർ പറഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങളല്ല അനുഭവിച്ചത്, അത് അപ്പനാണ് അനുഭവിച്ചത്. അപ്പൻ. വെളിയിൽ നിൽക്കുന്ന അപ്പനാ അനുഭവിച്ചേ. വെളിയിൽ നിൽക്കുന്ന അപ്പൻ. കറക്റ്റാണോ? എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. ചില കാര്യങ്ങൾ ചോദിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ച് ചോദിക്കുന്നു, സൂസപ്പ, സൂസമ്മയ്ക്ക് എങ്ങനുണ്ട്? സൂസപ്പൻ എങ്ങനെ ഉണ്ടെന്ന് ആർക്കും അറിയണ്ട. എല്ലാവർക്കും എന്തറിഞ്ഞാൽ മതി? സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെ അദ്ദേഹം സൂസപ്പൻ വെളിയിൽ നിൽക്കുമ്പോൾ ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറയുന്നു, വെള്ളം ഇട്ടിട്ട്, സൂസമ്മയുടെ കൂടെ ആരുണ്ട്? ഞാവുണ്ട്, ഞാവുണ്ട്. സൂസപ്പൻ പറഞ്ഞു, സൂസമ്മ പ്രസവിച്ചു. സൂസമ്മ എന്താ അതിൻ്റെ അർത്ഥം? സൂസമ്മയുടെ വേദന എന്ന് ഫുള്ള് കഴിഞ്ഞെന്നല്ല, എന്നാലും പ്രധാനപ്പെട്ട പീക്ക് പെയിൻ, പ്രധാനപ്പെട്ട വേദന കഴിഞ്ഞു. സൂസമ്മ പ്രസവിച്ചെന്ന് പറഞ്ഞ അർത്ഥം എന്നാ? പറ, ധൈര്യമായിട്ട് പറ. സൂസമ്മയുടെ വേദന. ഉടനെ സൂസപ്പൻ നേഴ്സിനോട് ചോദിച്ചു, കുഞ്ഞ് ആണാണോ പെണ്ണാണോ? ഉടനെ നേഴ്സ് പറഞ്ഞു പെണ്ണാണ്. സൂസപ്പൻ്റെ രണ്ടാമത്തെ വേദന തുടങ്ങി. കൃപയുള്ളവർ എൻ്റെ കൂടെ നിൽക്ക്. ഹല്ലേലൂയ. രണ്ടാമ്പിള്ളാരുള്ള ദേവരായ ഭാഷനെ മനസ്സിലാകത്തില്ല. പക്ഷെ മോളെ കെട്ടിച്ച് എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാ. ഹല്ലേലൂയ. പെൺകുഞ്ഞുങ്ങളോട് ചോദിക്ക്, സൂസപ്പന് രണ്ടാമത്തെ വേദന തുടങ്ങി. എന്താ കാര്യം? മോള ജനിച്ചിരിക്കുന്നത്. ഇവിടം കൊണ്ട് തീരത്തില്ല. അവളെ കെട്ടിച്ച് വിടുന്നവരെ ഇനി അപ്പന് വേദനയാ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ. ആമേൻ. ആരാണപ്പൻ? ആരാണപ്പൻ? നീ ട്യൂഷൻ പഠിക്കാൻ പോയപ്പോൾ നിനക്ക് കൊടയും എടുത്തുകൊണ്ട് വന്ന് ട്യൂഷൻ സെൻ്ററിൻ്റെ വാതിക്കൽ കാവൽ നിന്ന ആളിൻ്റെ പേരാണ് അപ്പൻ. ആമേൻ. അമ്മ നിനക്ക് ആഹാരം ഉണ്ടാക്കി തന്നു. അപ്പൻ നിന്നെ ലോകം എന്താന്ന് പഠിപ്പിച്ചു. അമ്മ കരഞ്ഞാൽ നീ കരയില്ല. അമ്മ കരഞ്ഞാൽ നീ കരയില്ല. കാരണം അമ്മ എപ്പോഴും കരയും. പക്ഷെ അപ്പൻ കരഞ്ഞ, சொல்லுமா, அப்பா அழுதா,
ஏப்பா அழுறீங்க அப்படின்னு கேட்டு உனக்கு அழுக வரும். கரெக்டா? கரெக்டா? அதுதான் அப்பா. அம்மா கண்ணுக்கு முன்னாடி இருக்கணும். கரெக்டா இல்லையா? அம்மான்னு கூப்பிட்டான்னு அம்மா எங்க இருக்கணும்? கூப்பிடுற இடத்துல இருக்கணும். அப்பா வேண்டாம், எங்கேயாவது இருக்குன்னு தெரிஞ்சா போதும், அதே ஒரு தைரியம். என் அப்பா எங்க இருக்கிறாரு? அவர் சென்னையில் வேலை செய்யறாரு, அவர் கோயம்புத்தூர்ல சங்கரங்கோயில் இருக்கிறாரு, அவர் தூத்துக்குடியில் இருக்கிறான்னு சொன்னாலும் என் கிட்ட இருக்கிறது போல. அதுதான் அப்ப. அதான் அப்ப. அப்பனுக்கு எதுக்கு அழகு? அம்மாவுக்குன்னா அழகு வேணும். எல்லாரும் கேட்காங்க, உன் அம்மா எப்படிமா இருக்கிற? என்னைக்காவது கேட்டிருக்காளா உன் அப்பா எப்படி இருக்கு கேட்டிருக்கா? இல்லை. அம்மாவுக்கு அழகு வேணும். அம்மா சேலை கட்டும்போது ப்ளீட்டு கரெக்டாக இருக்கணும், ஆமாம், முடி கட்டும்போது சடை கரெக்டாக இருக்கணும், கிளிப்பு கரெக்டாக இருக்கணும். என்னைக்கு நீ பார்த்த அப்பாவுடைய பெல்ட்டு கரெக்டாக இருக்கான்னு பார்த்தையா? கிடையவே கிடையாது. அப்பா எப்படி பெல்ட் கட்டினாலும், முண்டு வேஷ்டியை கட்டினாலும், பாண்டு போட்டாலும் அப்பன்னு சொல்ற வார்த்தைக்கு தான் வேலை. அநேக கண்களை கர்த்தர் தொடுகிறார், அநேகரை கர்த்தர் தொடுகிறார் இன்னைக்கு ராத்திரி. அதுதான் கர்த்தர் சொன்னார், அப்பனு மக்களோடு கருணை தோன்ற போல. என் கடவுளுடைய அன்பு என்ன அன்பு? அது தாய் அன்பு மட்டுமல்ல, அதில் ஒரு தகப்பனுடைய அன்பு உண்டு. சொல்றேன், என் கூட நில்லுங்க. இன்டர்வியூக்கு போயிருக்கு மகன், அவன் போயிருக்கிறான், கோயம்புத்தூர் இன்டர்வியூ போயிருக்கிறான். அவன் வரல. ஈவினிங் 6 மணி, 2 பேரும் சிட் அவுட் இருக்கிறாங்க, அம்மா அப்பா. இடையில அம்மா எந்திரிச்சு பாருங்க, அவனை காணும், அவனை காணும். நான் அப்பா ലീലാമ്മേ ഇവിടെ വന്നിരി. അന്നൊക്കെ പിന്നൊരു കാര്യമുണ്ട്, ലീലാമ്മയോട് പറഞ്ഞാൽ വന്നിരിക്കും. ഇന്നത്തെ ലീലാമ്മയൊക്കെ ഇവിടെ ഇരുന്നിട്ട് സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ചില ലീലാമ്മയൊക്കെ ഇന്ന് ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേറ്റ് ആര് ലീലാമ്മ எங்க அவனை காணும், இருட்டு வருது. அவனை அப்பன் லீலாம்மா வந்து உட்காரு. அப்படியே வந்து அம்மா இதை உட்காந்துச்சு. ஏன் உட்காந்தா? அதுதான் அப்பன். அவர் வார்த்தைன்னா அந்த வார்த்தையில் ஒரு அதிகாரம், அந்த அதிகாரத்தில் ஒரு அமைதி உண்டு. ஓ, என் கூட எத்தனை பேர் இருக்கிறீங்க? அந்த அதிகாரத்தில் ஒரு அமைதி உண்டு, ஒரு அமைதி. ஆமாம். இந்த அப்பா என்ன எப்படி தெரியுமா? நீ சாப்பிடாம தூங்குனா சண்டை போட்டுச்சு, அம்மாட்ட இல்லைன்னு அப்பாட்ட சண்டை போட்டுச்சு, ஏதோ ஸ்கூல் விஷயம், காலேஜ் விஷயம். சாப்பிடாம தூங்கிட்டேன். அப்பா வந்து ஒன்று என்ன கூப்பிட மாட்டார், வாடி எந்திரிச்சு வந்து சாப்பிடுன்னு சொல்லாது. ஆனால் அப்பா சாப்பிட மாட்டார் தெரியுமா? உனக்கு சொன்ன அழுக வரும். நான் செஞ்சிருக்கிறேன். அம்மாட்ட கேட்டேன், அவ சாப்பிட்டாளா? அவ சாப்பிட்டாளா? அம்மா சொல்லிச்சு, இல்லை, கோபப்பட்டு படுத்துருக்கிறா. போய் கூப்பிடுறே. நான் சாப்பிடணும்னா அவ அதான் அப்ப. அவ புள்ள விட்டு போய் அப்படியே கை பிடிச்சி அப்படி ஒன்றும் வைக்க மாட்டாரு, கௌரவத்தில் தான் இருப்பாரு. ஆனால் அன்பு அதில் அப்படி நதி போல் ஒழுகும். அந்த அன்பு அதுதான் அப்ப. நம்ம இன்டர்வியூ பக்கம் போமா, 2 தடவை லீலாம்மா உட்கார வச்சாச்சுல்ல. அந்த அவர் வர்றாரு, பையன் வர்றான். இன்டர்வியூ போயிட்டு பையன் வர்றான், அவள் பார்க்குறான், வருதப்பா, அவன் வர்றான், பையன் வர்றான். உடனே இல்லைலாம இருந்துச்சு, அது வந்துட்டாரு, அவன் வந்துட்டான், பையன் வந்துட்டான். உடனே அப்பா கேட்டார், அவன் வரமாட்டேன்னு அவங்ககிட்ட சொன்னது. அதான் நான் அமைதியாக உட்காந்துருக்கலாம், அவங்க வரும்ல. ஏன் வரும்? ஏன் மகன் ஏன் வரும்? உன்னை வந்த உடனே அதை பாருங்க, உன் வந்ததான் உண்டு. உடனே டா இந்த முகம் என்ன எங்கேன்னு இருக்குன்னு, என்னம்மா நீ என்ன കഴിച്ച? ഒന്നും കഴിച്ചില്ല. കണ്ടോന്ന് കാശ് കയ്യിലുണ്ടായിട്ട് ഒരു മസാല ദോശ അവർ മേടിച്ച് തിന്നാൻ മേലായിരുന്നു, ഒരു ജ്യൂസ് മേടിച്ച് കുടിക്കണ്ടാടാ. ഇത് കണ്ടോ വിശന്ന് ഭയങ്കര ബഹളം. மசாலா தோசை சாப்பிடலையாம், ஜூஸ் குடிக்கலையாம். கரெக்டாக இல்லையா? நீ வீட்டுக்கு எங்கேயாவது போட்டு வந்தால் அம்மா விடுமா? சாப்பிட்டான்னு கேட்குமா? சாப்பிட்டான்னு கேட்குமா? கேட்குறது தோசை சாப்பிட்டான்னு கேட்கும். என் அம்மாவுக்கு தோசை பிடிக்காதனால கேட்கும். முகம் என்னடா இப்படி இருக்க? சாப்பிட்டியா நீ? காசு இல்லை உங்ககிட்ட, கொடுத்து அனுப்பல, சாப்பிடக்கூடாதா? இது கேட்குற ஆளு தான் ஆறு அம்மா. இப்படி கொஞ்ச நேரம் சண்டை போட்டோன்னு அப்பா வந்தார். லீலாம்மா
உள்ள போ. மசால் தோசை உள்ள போயாச்சு. உன்னை அப்பா வந்து தோளில் கை போட்டாரு, மகன் தோளில் கை போட்டாரு. முத கேள்வி, இன்டர்வியூ எப்படிடா இருந்துச்சு? மசால் தோசை நாளைக்கே சாப்பிடலாம், இவனுக்கு எதிர்காலம் எப்படி வரும்னு தெரியணும். அதுதான் அப்பன், அதுதான் அப்பன். அப்பான்னு கூப்பிடத்தான் ஆசை, உண்மை அம்மான்னு கூப்பிடவா. நம்ம பாடுகிறவர்கிட்ட மைக் எடுக்க சொல்லுங்க. அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா. அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா. அம்மான்னு கூப்பிடவா, அப்பான்னு கூப்பிடவா. அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவே. உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவே. தொழில் ஒன்றை சுமந்தது பார்த்தா உம்மை அப்பான்னு கூப்பிடவே. கருவில் உன்னை சுமந்தது பார்த்தா உம்மை அப்பான்னு கூப்பிடவே. தோளில் உன்னை சுமந்தது பார்த்தா உம்மை அப்பான்னு கூப்பிடுவே. கருவில் உம்மை சுமந்தது பார்த்தா உம்மை அம்மான்னு கூப்பிடுவே. அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவே. உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவே. அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே. ஓ அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே. உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவே. உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா. உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா. ഹല്ലേലൂയ. ഇത് പാടിയപ്പോ അപ്പനോട് അമ്മയോട് ഇച്ചിരി സ്നേഹം കൂടിയില്ലേ? நான் இந்த சப்ஜெக்ட் புத்தகம் பண்ணும்போது நிறைய மேடைகள் நான் அழுதுருக்கிறேன். ஏன்னா எனக்கு அப்பாவும் அம்மாவும் இல்லை, 2 பேர் இல்லை. 2 பேரும் கர்த்தர் மடியில் போயிட்டாங்க. உனக்கு அம்மாவுக்கு ஏதாவது செய்யணும்னு ஆசை இருக்கா? ஓ அம்மாவுக்கு ஏதாவது நன்மை செய்யணும்னு உனக்கு ஆசை இருக்கா? இப்போ செய், உயிரோடு இருக்கும்போது செய்யுமா. நான் கையில் காசு வச்சிருக்கிறேன், ஆனால் என் அம்மாவுக்கு ஒரு சேலை வாங்கி கொடுக்க முடியாது. போயிட்டாங்க. அப்பா எவ்வளோ தின்மை செய்திருக்கலாம், தீமை செய்திருக்கலாம், உன்னை கோபப்பட்டு இருக்கலாம், அடிச்சிருக்கலாம். ஆனால் உன் அப்பாவுக்கு ஏதாவது செய்யணும்னு உனக்கு ஆசை இருக்கா? இப்போ செய்ப்பா, இப்போ செய். கண் இருக்கும்போது இந்த கண்ணினுடைய உபயோகம் எனக்கு தெரியாது. ஒரு நாளைக்கு இந்த கண்ணு நஷ்டப்பட்டா நீ எவ்வளவு கஷ்டப்பட்டாலும் கண்ணு திருப்பி வராது. ஓ ஷபலதி கமஷந்த நேசிக்க. இன்னைக்கு ராத்திரி பரலோகத்தின் அப்பா இந்த கிரவுண்டில் இறங்கி வந்திருக்கிறார். ஒரு அப்பன தன்னை மக்களோடு சிநேகம் உள்ளது போல ആ മഴവില്ലിൻ്റെ 7 സ്നേഹങ്ങളിൽ 7 அன்பில் 1 அப்பாவுடைய அன்பு. எத்தனை பேர் சந்தோஷப்படுறீங்க? சின்ன போட்டுமா, 2வது அனுப்புக்கு போகிறேன். 7 சொல்லணும், முடிக்கணும். அவன் சீக்கிரம் அவன் போகலாம். ஜெரமியா சாப்டர் 18 18 1 2 3. எஸ்,
യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. നീ எழுந்து குயவனுடைய வீட்டுக்கு போ. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. அம்மா பைபிள் காலேஜா குயவனுடைய வீடா? நான் கரெக்டா சொல்லுமா, எனக்கு பிரசங்கம் பண்ணணும் அதுக்காக. நீ இப்ப சொல்றது குயவனுடைய வீடா இல்ல பைபிள் காலேஜா? குயவனுடைய வீடா? அங்கே நான் உனக்கு எப்படி பானையை உண்டாக்குவேன்னு கற்றுக் கொடுக்கலாம்னு தானே எழுதணும். இன்னொருத்தர் வாசிமா, உனக்கு ஏதோ மிஸ்டேக் இருக்கலாம், வாசிமா. இன்னொருத்தோட வாசிமா, நான் குயவன் வீட்டுக்கு போகிறேன். வாசி, அது கரெக்டு தாம்மா. எல்லாருக்கும் கேட்கத்தான் இன்னொருத்த வாசிக்குதுன்னு. എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് குயவன் வீட்டுக்கு நம்ம போகலாம். അവിടെ വെച്ച് அங்க வைத்து ഞാൻ உன்னை എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. வசனத்தை உனக்கு நான் கற்றுக் கொடுப்பேன். கான்ட்ராடிக்டரி அல்ல, கரெக்டா? வசனம் படிக்கணும்னா யார் வீட்டுக்கு போனோம்? குயவன் வீட்டுக்கு போனோம். ஆமென். அதே ஒரு பிரசங்கம், அதே அந்த ஒரே ஒரு சப்ஜெக்ட் எடுத்தாலே மணி நேரமாக பிரசங்கம் பண்ணலாம். நான் ஒன்று மட்டும் சொல்லி அதை விடுகிறேன். முதல்ல நான் சொன்ன அப்பாவுக்கும் இந்த ரெண்டாவது நான் சொல்ல போற குயவனுக்கு என்ன வித்தியாசம்? அது அன்பு கொடுக்கிற அப்பா. ஆனா அதே அப்பா தான் இந்த குயவன். ஆமென் ஆமென். கையில தவறாய் போன பானைகளை, ஆமென், கருவிகளை, கர்த்தர் கரங்களில் ஆமென் ஆமென் கொஞ்சம் கேடாய் போன பாத்திரங்களை நல்ல பாத்திரங்களாக அதை ஆமென் பணிகிற ஒரு நல்ல குயவன். ஆமென். നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടഞ്ഞു പോയി വന്നവരോട് ദൈവാത്മാ പറയുന്നു, ഉടഞ്ഞതിനെ അവന്റെ കൈ കൊടുക്ക. അവനൊരു നല്ല പാത്രമായിട്ട് നിന്നെ പണിയുന്ന. உடைந்து போனியா? ஆமே, உடைந்து போயிருக்கிறியா? ஓ, அநேக பாட்டெல்லாம் என் மனசில் வருது, பாட நேரம் இல்லை. எவ்வளவு நீ உடைந்திருந்தாலும் அந்த உடைந்த பீஸ், அதனுடைய துணிக்கைகளை, கரெக்டாப்பா, அந்த உடைந்து போன துணிக்கைகளை அப்பா கையில் கொடுத்தா அவர் ஒரு புது பாத்திரமாக உன்னை அல்லேலூயா சிருஷ்டித்து, அல்லேலூயா, இன்னைக்கு ராத்திரி நீ திருப்பி போகும்போது உடைந்தவன் அல்ல, குயவன் வீட்டுக்கு வந்தா. அந்த அன்பு வித்தியாசம். அப்பாவுடைய அன்பு அந்த வித்தியாசம், அது வித்தியாசம். இது பணிவிடை செய்கிற அன்பு, புது பாத்திரமாக்குற அன்பு. அல்லேலூயா. நிற்க முடியல, நான் கொஞ்சம் வேகத்தில் போகிறேன். மூணாவது அன்புக்கு போகிறேன் நான். எல்லாரும் நல்ல ஜெபத்தோடு இருங்கள். கர்த்தர் நம்மோடு பேசிக்கொண்டே இருக்கிறார். அல்லேலூயா. வாசிக்கலாம். நீதிமொழிகள் 25வது அதிகாரம் 4வது வசனம். வெள்ளியில் இருந்து கீடத்தை, அமே, கீடம் தமிழில் என்னது? வெள்ளியிலிருந்து கழுப்பை மாற்றினா, ஆமென், யாருக்கு? தட்டான். ഒരു ഉരുപ്പടി കിട്ടും. காட்ஸ்மித் சொன்ன பணிக்காரன், அതാണ് தட்டான். அல்லேலூயா. ஆமென். இன்னைக்கு ராத்திரி கர்த்தர் சொல்லுகிறார், உன்னை கர்த்தர் ஒரு ஆபரணமாக, ஒரு நகையாக கர்த்தர் அதில் வேலை செய்து கொண்டிருக்கிறார். ஏன் அக்கினியில் போட்டாரு? இவ்வளவு கஷ்டத்தில் ஏன் என்னை போட்டாரு? இந்த வேதனையில் ஏன் என்ன போட்டாரு? இந்த பிரயாசத்தில் ஏன் என்னை அவர் அனுப்பினாரு? வேற ஒண்ணுக்கல்ல, நீ ஒரு புதிய நகையாக வெளியே வரணும், ഒരു പുതിയ ആഭരണമായി നീ പുറത്തു വരണം. തീക്കകത്ത് നിന്ന് ഇട്ടത് നീ കണ്ടിട്ടുണ്ടോ? ഗോൾഡ്സ്മിത്തിനെ, സ്വർണ്ണപ്പണിക്കാരനെ കണ്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിയാട്ടെ. അവൻ സ്വർണ്ണപ്പണിക്കാരൻ, അവൻ്റെ ഇടത്തെ കയ്യിലൊരു കുഴൽ കാണും, വലത്തെ കയ്യിലൊരു ചവണ. ഈ കുഴൽ എന്തിനാന്ന് ചോദിച്ചാൽ, കണ്ണ് തിരിഞ്ഞാൽ ഈ നഖ, ഈ സ്വർണം ചാരം കയറി മൂടിപ്പോവും. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും ഉപവാസം വെച്ചോണം. ഈ വിശ്വാസി അങ്ങോട്ട് തിരിഞ്ഞ ചാരം കയറി മൂടിപ്പോകും. ഊതിയേക്കണം. അമേൻ. അതുകൊണ്ടാണ് പാസ്റ്റർ പറയുന്നത് ഈ വെള്ളിയാഴ്ച ഊത്തുണ്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ചൊവ്വാഴ്ച സഹോദരിമാരുടെ ഊത്ത്, വെള്ളിയാഴ്ച ഉപവാസം, അമേൻ, ശനിയാഴ്ച കാത്തിരിപ്പ്. இந்த குழலில் ஊதலைன்னா விசுவாசி சாரம் கீறி மூடிப்போம். അതിനാണ് തട്ടാൻ്റെ കയ്യിൽ എപ്പോഴും കുഴലുണ്ടായിരിക്കണം. കുഴൽ, വലത്തെ കയ്യിലെ ചവണ. ഈ തീക്കകത്തുനിന്ന് ഇടയ്ക്കത് ഇങ്ങനെ എടുത്ത് പിടിക്കും. അല്ലേലൂയ. തീക്കകത്ത് കിടക്കുമ്പോൾ ഭയങ്കര പാട്ടാണ് ഈ സ്വർണം. പത്മോസിൽ ലേഖനായി ഞാൻ എത്ര നാൾ പാർക്കണം. ചില തീക്കകത്ത് കിടക്കുമല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കും. അതായത് സ്വർണത്തിൻ്റെ ആശ്വാസം, രക്ഷപ്പെട്ട് എന്നിട്ട് അതിലോട്ട് നിന്ന് ഇടും. എന്താ സംഭവം എന്നറിയോ? അതൊന്ന് അതിൻ്റെ രഹസ്യം പറഞ്ഞിട്ട് ഞാൻ അവിടെ വിടാം. ഈ തട്ടാൻ കീടം മാറുക എന്ന് പറഞ്ഞാൽ, ഇതെടുത്തിങ്ങനെ പിടിക്കുമ്പം തട്ടാൻ്റെ മുഖം ഈ സ്വർണത്തിൽ, ഈ വെള്ളിയിൽ കറക്റ്റ്
കറക്റ്റായിട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം അതിൽ കീടം ഇല്ല, അഴുക്കില്ല. നിങ്ങൾ മാർത്താണ്ഡത്തിലൊക്കെ ചിലപ്പോൾ പോകുമ്പോൾ മാർക്കറ്റിൽ ഏതെടുത്താലും 20 രൂപ എന്ന് പറഞ്ഞ് ചില കണ്ണാടി വിൽക്കും. നിങ്ങളെ കണ്ണാടി മേടിച്ച് നോക്കിയാൽ നിങ്ങളെ ആരാണ്ട് തലക്കെട്ട് ചുറ്റികയ്ക്ക് അടിച്ച് താത്തതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. നിങ്ങളുടെ മുഖത്തിന് പറ്റിയ പ്രശ്നമല്ല, കണ്ണാടിക്കകത്ത് കീടമുണ്ട്. അതാണ് പാസ്റ്റർ, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി പാസ്റ്റർ. ഞാൻ ഒരു 20 രൂപയുടെ കണ്ണാടി മേടിച്ചപ്പം അതിൽ നോക്കിയപ്പോൾ എനിക്ക് 7 അടി പൊക്കം. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു എനിക്ക് പൊക്കം വെച്ചെന്ന്. അമ്മ കണ്ണാടി മേടിച്ചിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു നിൻ്റെ പൊക്കം ഇതോട് തീരട്ട്. കാരണം ആ കണ്ണാടിക്കകത്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഹൈറ്റ്. കണ്ണാടിക്ക് കീടമുണ്ടെങ്കിൽ അതിൽ നോക്കുന്ന ആളിൻ്റെ മുഖം നല്ലപോലെ കാണില്ല. യേശു ഇന്നൊരു ദൂത് പറയുക, നിൻ്റെ അകത്ത് കീടമില്ലെങ്കിൽ യേശുവിന് നിന്നെ നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖം നിന്നിൽ കറക്റ്റായിട്ട് കാണാം. ഓ, എത്ര പേർക്ക് എൻ്റെ അർത്ഥം മനസ്സിലായവർ കർത്താവിനെന്ന് കരമടിച്ച് സ്തോത്രം പറ. യേശു നിന്നെ നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖം നിന്നിൽ കറക്റ്റായിട്ട് ഒരു കീടവും ഇല്ലാതിരുന്നാൽ കറക്റ്റായിട്ട് വെളിപ്പെടും. അതാണ് ഒരു അപ്പൻ്റെ സ്നേഹം. 2 ഒരു കുയവൻ്റെ സ്നേഹം. 3 ഒരു തട്ടാൻ്റെ സ്നേഹം. തീർന്നില്ല. വായിക്കാം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിനുമേൽ അവനെ വഹിച്ചു. കേട്ടിട്ടില്ലേ? കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിചായി നാം നശിച്ചിടാതെ. കേട്ടില്ല പാട്ട്? കഴുകൻ കൂടനക്കും. കുയവന്റെ സ്നേഹമല്ല, അപ്പന്റെ സ്നേഹമല്ല. എന്നിട്ട് താഴേക്കിടും. ഇത് മുകളിൽ നിന്ന് പറക്കാൻ പഠിച്ചിട്ടില്ലാത്ത ചിറക് മുളച്ചു വരുന്നുള്ള തൂവല് പോലും വന്നിട്ടില്ല. കഴുകന്റെ കുഞ്ഞ് താഴെ പാറയാണ്, താഴെ വന്ന് വീണ് തകർന്ന് തരിപ്പണമാകുമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് അലറിക്കരയുമ്പോൾ ഈ അപ്പൻ കഴുകൻ, ഈ അമ്മ കഴുകൻ അതിന്റെ താഴെ കൂടെ വന്ന് തന്റെ ചിറകിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറന്നു പോകും. അവൻ വീണു പോകുമോ എന്ന് നിനക്ക് തോന്നും, തകർന്നു പോകുമോ എന്ന് നിനക്ക് തോന്നും, എല്ലാം അവസാനിച്ചെന്ന് തോന്നും, എല്ലാം ഇവിടെ വെച്ച് തീർന്നെന്ന് തോന്നും, എല്ലാം ഇനി മുൻപോട്ട് പോകില്ലെന്ന് തോന്നും. ഇല്ല, നിന്നെ തകരാൻ അനുവദിക്കില്ല. നിലം പരിചാകാതെ നിന്നെ പാറയുടെ അടുത്ത് നീ വീഴാൻ തുടങ്ങുന്നിടത്തുനിന്ന് വീണ്ടും ചിറകിൽ വഹിച്ച് നിന്നെ പറക്ക പഠിപ്പിക്കുന്ന ഒരു നല്ല കഴുകന്റെ സ്നേഹമോ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അടുത്തത് 5 ഒരു ഇടയന്റെ സ്നേഹം. വാട്ട് ഈസ് എ സ്പെഷ്യൽ യുണീക്ക് ലവ് ഓഫ് എ ഷെപ്പേർഡ്? ഒരു ഇടയന്റെ പ്രത്യേക സ്നേഹം എന്താ? ഇന്നലെ നമ്മൾ ഇടയനെ കുറിച്ച് കേട്ടതാണ്. ആമേൻ. കേൾക്കാത്തൊരെണ്ണം പറയാം. വായിക്കാം ആമോസ് 3:12. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. ഒരു ഇടയൻ 2 കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരിയൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ വായിക്കരുത്, ഒരു ഭയങ്കര വാക്യമാണ്, നിങ്ങൾ ഒരിക്കലും മറക്കല്ല വാക്യം. ഇടയൻ പറയാണ്, നീ സിംഹത്തിന്റെ വായ്ക്കകത്ത് പെട്ടെന്നിരിക്കട്ടെ, നീ ശത്രുവിന്റെ വായ്ക്കകത്ത് പെട്ടെന്നിരിക്കട്ടെ. 2 കാലോ ഒരു ചെവിയോ പുറത്തുണ്ടെങ്കിൽ ഞാൻ നിന്നെ വലിച്ചു പുറത്തെടുക്കും. ഒരു ഇടയൻ ഇന്ന് രാത്രി വിളിച്ചു പറയാ, നിന്റെ 2 കാലോ ഒരു ചെവിയോ. എന്തിനാ ഈ 2 പറഞ്ഞിരിക്കുന്നത്? 2 കാല് അതെന്തിനാ? നോക്ക്, സ്റ്റേജിലോട്ട് നോക്ക്. മുഴങ്കാൽ മടക്കാൻ 2 കാലോ. ചെവി എന്തിനാ? സുവിശേഷം കേൾക്കാൻ ഒരു ചെവിയോ നിനക്കുണ്ടെങ്കിൽ ഈ രാത്രി മേൽപ്പുറത്ത് ഈ ശബ്ദം ഒളിവരപ്പ് നിമിത്തமாக இன்னைக்கு ராத்திரி இந்த வசனத்தை கேட்கிற அனைத்து மக்களோடு கர்த்தர் பேசுகிறார். முழங்கால் போடுகிற செபிக்கிற 2 காலு. ஆமென். அவன் சுவிசேஷத்தை கேட்கிற ஒரு காது. இது மட்டும் வெளியே இருந்தா ஒரு மேய்ப்பர் சிங்கத்தின் வாயிலே இருந்து உன்னை வெளியே கொண்டு வரும் என்று கர்த்தர் பேசுகிறார். ஆமென். ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
നിനക്ക് ഒരുപാട് കഴിവുണ്ട്, പ്രസംഗിക്കാൻ കഴിവ് വേണ്ട, പാടാനുള്ള കഴിവ് നിനക്ക് വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട, ഒന്നും അറിയത്തില്ല, പക്ഷേ മുഴങ്കാൽ പോട്ട് പ്രാർത്ഥിക്കാൻ അറിയാവോ? മുട്ടിന്മേൽ നിന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ? ദൈവവചനം കേൾക്കാൻ നിനക്ക് ഇഷ്ടമാണോ? மேய்ப்பர் சொல்லுகிறார், நான் உன்னை சிங்கத்தின் வாயில் இருந்து காப்பாற்றுவேன். ஆமென். சிங்கத்தின் வாயில் நீ அகப்பட்டாலும் ஆமென், அவனுக்கு இரையாக கொடுக்காம, அவனுக்கு சாப்பாடாக கொடுக்காம உன்னை இழுத்து நான் வெளியே கொண்டு வந்து உன்னை காப்பாற்றுகிற தெய்வம். ലവ് ഓഫ് എ ഷെപ്പേർഡ്, ഒരു ഇടയന്റെ സ്നേഹം. പട്ടെ ഞാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, രണ്ട് സ്നേഹം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മത്തായി 23:37, മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 37. ആറാമത്തെ സ്നേഹം. യെരൂശലേമേ, 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 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കുക, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ, ചിറകിന്റെ മറവിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി. എന്റെ അപ്പന്റെ സ്നേഹത്തിന്റെ ഒരു നിറമാണ് തള്ളക്കോഴി കുഞ്ഞു കോഴികളെ ചിറകിന്റെ മറവിൽ ചേർക്കുന്ന പോലെ. ഈ രാത്രി വരെ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും കീഴിൽ വെറുക്കുന്നവർ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. തമ്പുരാന്റെ ചിറകിന്റെ മറവിലാണ് നീ എങ്കിൽ 1000 നിന്റെ വലത്തുവശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്നെ കാക്കേണ്ടത് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെലിച്ചു കളയും. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല, കാരണം ഞാൻ അത്യുന്നതന്റെ ചിറകിന്റെ മറവിലാണ്. ഹല്ലേലൂയ. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്നൊരു ദേശം, അവിടെ ഒരു റബ്ബറും തോട്ടത്തിന് തീ പിടിച്ചു. തീ കത്തി, ഒത്തിരി റബ്ബറൊക്കെ കത്തി. എന്നാൽ അതിർത്തിയിൽ നിന്ന ഒരു ഓല വീട് കത്തി, ഓലപ്പുര കത്തി. ആ വീട്ടുകാരവിടെ ഇല്ലായിരുന്നു, അവർ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയിരിക്കായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവർ വീടെല്ലാം കത്തി. അവർക്ക് ഒരു തള്ളക്കോഴിയും 4 കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊരു വാഴക്കൂട്ടം ഉണ്ടായിരുന്നു, വാഴയെല്ലാം കത്തി. ഈ കോഴിയെ കണ്ടില്ല. അവിടുത്തെ അമ്മയും അപ്പനും കൂടി കരഞ്ഞുകൊണ്ട് കത്തി ചാമ്പലായി കാണും എന്ന് നോക്കിയപ്പോൾ തള്ളക്കോഴി ആ വാഴക്കച്ചിയുടെ ഇടയിൽ കരിഞ്ഞ് ചത്തിരിക്കുകയാണ്. ഒരു കമ്പെടുത്ത് കരഞ്ഞുകൊണ്ട് ഈ അപ്പൻ ആ കോഴിയെ ഇങ്ങനെ മറിച്ചിട്ടു. ഇട്ടപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് 4 ജീവനുള്ള കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ആ തീ കത്തി അമരുമ്പോൾ, ആ തീക്കകത്ത തള്ളക്കോഴി വെന്ത് ചാകുമ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ ചേർത്ത് പിടിച്ച് അതിനെ കൊല്ലാതെ സൂക്ഷിച്ചത്, കാൽവറി ക്രൂശില് ജീവനെ നമുക്ക് വേണ്ടി തരുമ്പോഴും മാനവരാശിയെ തൻ്റെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിച്ച യേശു തമ്പുരാന്റെ സ്നേഹത്തിന്റെ നിഴലാണ് എന്ന് തിരിച്ചറിയുന്നവരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മഴവില്ലിലെ 7 നിറങ്ങൾ, സപ്തവർണ്ണ കവചിതമായ ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ, 1 അപ്പൻ്റെ സ്നേഹം, 2 ഒരു കുയവൻ്റെ സ്നേഹം, 3 ഒരു തട്ടാൻ്റെ സ്നേഹം, 4 ഒരു കഴുകൻ്റെ സ്നേഹം, 5 ഒരു ഇടയൻ്റെ സ്നേഹം, 6 ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആമേൻ ഒരു തള്ളക്കോഴി ചിറകിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്ന സ്നേഹം. 7 6 7 വായിക്കാം. യെശയ്യാപ്രവചനം 61-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെസ്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. ആ മണവാളൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവെച്ചിരിക്കുന്നു. 7-ാമത്തെ സ്നേഹം ഒരു മണവാളന്റെ സ്നേഹം.
കറവാട്ടം, ചുളുക്കം, ക്ഷയം, മാലിന്യമില്ലാതെ ശുദ്ധവും ശുഭ്രമായ വിശേഷവസ്തു ധരിക്കപ്പെട്ട തങ്ക മണവാട്ടിക്കായി എത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമോ? സ്തോത്രം. 6 ദിവസം കൊണ്ട് എൻ്റെ ദൈവം സൃഷ്ടിച്ച ഭൂമി ഇത്ര മനോഹരമാണെങ്കിൽ കാശ്മീരും ഊട്ടിയും കൊടൈക്കനാലും ന്യൂയോർക്കും ടോക്കിയോയും ലോകത്തിലെ ഹിമാലയ പർവ്വതം ഉൾപ്പെടെയുള്ള ഇത്ര മനോഹരമാണ്. 6 ദിവസം കൊണ്ട് എൻ്റെ ദൈവം സൃഷ്ടിച്ച ഭൂമി ഇത്ര മനോഹരമാണെങ്കിൽ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി 2000 വർഷം കൊണ്ട് പണിയുന്ന വീട് എത്ര മനോഹരമായിരിക്കും. ഒന്ന് തൊട്ടെന്ന് പറഞ്ഞു പൊക്കോട്ടെ. കൃപയുള്ളൊരു സ്വത്രം പറഞ്ഞു. ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, ചുവപ്പുകല്ല്, പുഷ്യരാഗം തുടങ്ങിയ 12 വിധ രത്നങ്ങൾ കൊണ്ട് 12 ഗോപുരവും ജീവവൃക്ഷവും പളങ്കുകടലും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതികളുമുള്ള പുത്തൻ യെരൂശലേം എന്ന സ്വർഗീയ ഭവനം 20 അടി സമചതുരമുള്ള മുറികളായി തിരിച്ചാൽ ഹല്ലേലൂയ 34 കോടിയിലധികം, അല്ല 84 കോടിയിലധികം, 134 കോടിയിലധികം. പല പുസ്തകങ്ങളിൽ പല രീതിയിൽ വായിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് മുറികളുള്ള പുത്തൻ യെരൂശലേം എന്ന സ്വർഗീയ ഭവനം തന്റെ തങ്ക മണവാട്ടിക്ക് വേണ്ടി അത് അലങ്കരിക്കപ്പെട്ട് അത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാൽ ഇന്ന് രാത്രി മണവാട്ടി കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടി ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് തമ്പുരാന് വേണ്ടി തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട യേശുവിന്റെ മണവാട്ടിയേ, വെയിലാറി നിഴൽ കാണാതാകുമ്പോൾ നമുക്ക് മൂറിൻ മലയിലും കുന്തിരിക്കാം. എൻ്റെ കാന്തേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരു ഊനവുമില്ല. അമാനാമുകളും ശനീർ ഹർമോൻ കുടിമുടികളും പുള്ളിപ്പുലികളുടെ താഴ്വരകളും സിംഹത്തിന്റെ ഗുഹകളും വിട്ട് ഇന്ന് രാത്രി എന്നോടുകൂടെ പോരുക എന്ന് പറഞ്ഞ് അരിമ മണവാളൻ മുന്തിരിത്തോപ്പില് ഇതാ നിന്ന് നിന്നെ വിളിക്കുക. താഴ്വരകളിൽ എന്റെ മണവാളന്റെ ശബ്ദമുണ്ട്. ഇന്ന് രാത്രി ആരുണ്ട് മണവാളൻ അടുത്തേക്ക് ഇറങ്ങി വരാൻ? യേശുവിനെ സ്നേഹിക്കുന്നവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുക്കാം. ഞാൻ ഇന്ന് രാത്രി അമേൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമേൻ ഒന്ന് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീട്ടിക്കൊണ്ടു പോകാൻ അധികം സമയമില്ലാത്തത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെ ദാസനോട് നേരത്തെ ഞാൻ ക്ഷമ പറഞ്ഞു. അമേൻ ഹല്ലേലൂയ. എനിക്ക് 10:30 മണിക്ക് തമ്പാനൂരിൽ നിന്ന് പാലക്കാട് ബസ്സിന് കയറണം. അമേൻ സ്തോത്രം. ഇതിന് ശേഷം നിങ്ങൾക്ക് നന്ദി പറയാൻ, കൃതജ്ഞത പറയാനുള്ള സമയം, സ്തോത്ര കാഴ്ചയുടെ സമയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാൾ പോലും എഴുന്നേറ്റ് പോകരുത്. പോകുന്നവർ അമേൻ സ്തോത്രം സ്റ്റേജിൽ കൊണ്ടുവന്ന് 2-3 പേരുടെ സ്തോത്ര കാഴ്ച ഒരുമിച്ച് കൊടുത്തിട്ട് പോകാം. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഏതാണ് ഒറിജിനൽ സ്നേഹം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തൻ്റെ സ്നേഹിതൻ തൻ്റെ യഥാർത്ഥ സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനാടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കാൽവരി ക്രൂശിൽ എൻ്റെ അരുമനാഥനായ കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവനെ നൽകിയ സ്വർഗീയ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആമേൻ ഒരുപാട് നേരമില്ല. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്നെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്നെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരും
എൻ്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ നൽകി എന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ നൽകി എന്നെ ഓർത്തിടുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം ഇവിടെയില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച സ്നേഹം, ജാതി നോക്കാതെ, മതം നോക്കാതെ, പണം നോക്കാതെ, വിദ്യാഭ്യാസം നോക്കാതെ, അഴക് നോക്കാതെ, ആരോഗ്യം നോക്കാതെ, അവൻ താണവനൊന്നും ഉയർന്നവനൊന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച, വേദനിക്കുന്നവനെ ചേർത്ത് പിടിച്ച, ഉടഞ്ഞവനെ പണിതെടുത്ത ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഞങ്ങൾ മുഴുവനുമായി സമർപ്പിക്കുന്നപ്പ ഈ മഹാ കൺവെൻഷനെ ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. പ്രേംരാജ പാസ്റ്ററേയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഈ ചർച്ചിൻ്റെ കർത്താവേ ഉയർച്ചയ്ക്കായി, ആത്മാക്കളുടെ വർധനവിനായി ദേശത്ത് ഈ ചർച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു വിളക്കായി മാറത്തക്കവണ്ണം തമ്പുരാൻ പണിതെടുക്കുന്നതിനാൽ സ്തോത്രം. തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് ലോകം മുഴുവൻ എത്തിച്ച നിൻ്റെ മക്കളെ, ഈ സംഗീത ഉപകരണങ്ങൾ വായിച്ച് ഈ പാട്ടുകളൊക്കെ പാടി ഞങ്ങളെ ആരാധന നടത്തിയ കുഞ്ഞുങ്ങളെ, എസ്പെഷ്യലി കീബോർഡ് വായിച്ച പ്രിയ മോളെ കർത്താവളെ ഒത്തിരി അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അഭിഷേകത്തിനെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗോഡ് ബ്ലസ് യു.